വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗായത്രിയിലെ രണ്ടാമത്തെ അക്ഷരദേവതയായ ബ്രാഹ്മി എന്ന സങ്കല്പത്തെക്കുറിച്ചാണ്. ബ്രഹ്മാവിൻ്റെ ശക്തിയാണ് ബ്രാഹ്മി. സൃഷ്ടിയുടെ ഉൽപാദന പ്രക്രിയയിൽ ചേർന്ന് കഴിയുക ലോകത്തിലെ ഏറ്റവും വലിയ വൈശിഷ്ട്യമാണ്. ഈ ശേഷി ഭൂമിക്കും മാതാവിനുമുണ്ട്. തൻ്റെ ഉൽപാദനം മൂലം മറ്റുള്ളവർക്ക് പ്രയോജനം ഉളവാക്കുക, അതിൽ സ്വയം ആനന്ദ നിർവൃതി കൊള്ളുക. ഈ ഉത്കൃഷ്ടത മൂലം ഭൂമാതാവും ജനനി മാതാവും ആദരിക്കപ്പെടുന്നു. ഇത് ബ്രാഹ്മി മാതാവിൻ്റെ അനുദാനമാണ്. ഇത് ആര് എത്രമാത്രം നേടുന്നുവോ അതിനനുസരിച്ച് അവർ മഹാത്മാക്കളുടെ നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും. വിധ്വംസം അഥവാ നശീകരണം രാക്ഷസന്മാരുടെയും ഉൽപാദനം ദേവന്മാരുടെയും സിദ്ധാന്തമാണ്. അതിനാൽ ഉൽപാദന കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ ദേവമാനവർ എന്ന് പറയുന്നു. ഗായത്രിയുടെ ബ്രാഹ്മി ശക്തിയെ ഉപാസിക്കുന്ന സാധകരിൽ ബ്രഹ്മതേജസ് ബ്രാഹ്മണത്വം വികസിക്കുന്നു. ബ്രാഹ്മണനെ ഭൂമിയിലെ ദേവനായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അവരെ ഭൂദേവന്മാർ എന്ന് വിളിക്കുന്നു. സത്വ രജ തമോ ഗുണങ്ങളിൽ സത്യം ശിവം സുന്ദരത്തിൽ ആദ്യത്തെ വർണ്ണം സത്യൻ്റേതാണ്. അതാണ് ബ്രാഹ്മി വൈശിഷ്ട്യം. ഇതിനെ ആശ്രയിക്കുന്നത് മൂലം വ്യക്തിത്വത്തിൽ സത്വഗുണം വർദ്ധിക്കുകയും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും പവിത്രതയും ലാളിത്യവും നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ബ്രാഹ്മി ഹംസവാഹിനി ആണ്. ഒരു കൈയിൽ പുസ്തകവും മറുകൈയിൽ കമണ്ഡലവും വഹിക്കുന്നു. പ്രായത്തിൽ കിശോരാവസ്ഥയിലെ കന്യകയാണ്. ഇത് ഈ അലങ്കാര പ്രയോഗങ്ങൾ ബ്രഹ്മശക്തിയുടെ സ്വരൂപം എന്തെന്ന് മനസ്സിലാക്കാനും ആ ശക്തിയുടെ അനുഗ്രഹം ലഭിക്കാനുമുള്ള കവാടം തുറക്കുവാനും ഉപകരിക്കപ്പെടുന്നു. ഗായത്രിയുടെ വാഹനം സാമാന്യ ഹംസമല്ല, പ്രത്യുത മനുഷ്യരുടെ ഇടയിൽ കാണപ്പെടുന്ന രാജഹംസമാണ്. പത്മഹംസവുമാണ്. ശാലീനത, മാന്യത, ശ്രേഷ്ഠത, ആദർശം എന്നിവയുടെ പ്രതീകമാണ് രാജഹംസം. പത്മഹംസം തത്വജ്ഞാനി, തപസ്വി, പരാർത്ഥപാരായണൻ, ജീവിച്ചിരിക്കെ തന്നെ മുക്തി നേടിയവൻ തുടങ്ങിയവയുടെ പ്രതീകവുമാണ്. ഗായത്രി ഉപാസനയിലൂടെ സാധകൻ സാമാന്യ മനുഷ്യൻ്റെ നിലയിൽ നിന്നും ഉയർന്ന് രാജഹംസത്തിൻ്റെ നിലയിൽ എത്തുന്നു. സാധന പരിപക്വമാകുമ്പോൾ അവൻ പത്മഹംസത്തിൻ്റെ പദത്തിലെത്തുന്നു. ദേവാത്മാവായും സിദ്ധപുരുഷനായും കാണപ്പെടുന്നു. ഹംസത്തിൻ്റെ പ്രധാന ഗുണവിശേഷമാണ് നിരക്ഷീര വിവേചനം. മുത്തു മാത്രമേ കൊത്തിത്തിന്നുകയുള്ളൂ, ചിപ്പിയെ തൊടുക പോലുമില്ല എന്നത് മറ്റൊരു ഗുണവിശേഷമാണ്. അതാണ് സത്വഗുണം. ഉത്കൃഷ്ട ചിന്തനം, അതായത് സദ്വിവേകവും ഔചിത്യവും അവലംബിക്കുക, ഔചിത്യരാഹിത്യത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക, ഇതാണ് ഹംസത്തിൻ്റെ സ്വഭാവം. ഗായത്രിയുടെ വാഹനം ഹംസമാണ്. അതായത് ഹംസ സ്വഭാവമുള്ള വ്യക്തികൾക്ക് മാത്രമേ ആ മഹാശക്തി തൻ്റെ സമീപത്തെ സ്ഥാനം നൽകുകയുള്ളൂ. ഈ ഉപാസനാമൂലം സാധകനിൽ സത്വഗുണം ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഇതിൻ്റെ മറ്റൊരർത്ഥം. പുസ്തകം മുഖേന സജ്ഞാനവും കമണ്ഡലു മുഖേന സത്കർമ്മവുമാണ് സൂചിപ്പിക്കുന്നത്. ഗായത്രി ശക്തിയുടെ രണ്ടു കൈകളിലും ഈ വരദാനങ്ങളാണ് വച്ചിരിക്കുന്നത്.
ബ്രാഹ്മി സാധന മൂലം അന്ധകരണത്തിൽ ഉത്കൃഷ്ട ചിന്താതരംഗങ്ങൾ ഉയരുന്നു. ഉല്ലാസവും ധൈര്യവും ഉളവാകുന്നു. ഗായത്രി ബ്രഹ്മാവിൻ്റെ കാമധേനു ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഗായത്രി ശക്തിയാകുന്ന കാമധേനുവിൻ്റെ പാൽപാനം ചെയ്യുന്ന സാധകൻ ശരിയായ അർത്ഥത്തിൽ ബ്രാഹ്മണനാകുന്നുവെന്ന് മാത്രമല്ല, ആത്മസന്തോഷം, പൊതുജനപ്രീതി, ദൈവാനുഗ്രഹം എന്നീ 3 വരദാനങ്ങളും നേടുകയും ചെയ്യുന്നു. ബ്രഹ്മപാരായണർക്ക് മാത്രമേ ഋദ്ധിയുടെയും സിദ്ധിയുടെയും മേൽ അധികാരമുള്ളൂ. അകമേയും പുറമേയും പരിശുദ്ധി ഉള്ളവനു മാത്രമേ മന്ത്രസിദ്ധി ലഭിക്കുകയുള്ളൂ. ഇതിനാവശ്യമായ യോഗ്യത ഗായത്രിയുടെ ബ്രഹ്മധാരയുമായി ബന്ധപ്പെട്ട് നേടാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.